ഗൈസ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 4 മാർക്കിൻ്റെ സെക്ഷനാണ്. AP-യിൽ നിന്ന് 4 മാർക്കിന് എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത്, 4, 7, 10 എക്സെട്ര ഇങ്ങനെ പോകുന്ന AP-യിലെ 13ാമത്തെ ടൈം എന്താണ്? അപ്പം നമുക്ക് എഫിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. എഫിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അതേപോലെ ഡി എത്ര ആയിരിക്കും? 7 - 4 ആണ്. എത്ര എന്ന് കിട്ടും? 3 ആണെന്ന് കിട്ടും. 13th ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? എഫ് പ്ലസ് DN - D. എഫ് എത്രയാണ്? 4 പ്ലസ് ഡി 3 ആയതുകൊണ്ട് 3 ഇൻറ്റു 13th ടൈം ആയിട്ട് 13 - 3. അപ്പോൾ എന്ത് വരും? 4 പ്ലസ് 13 ഗുണം 3 39 - 3 39 4 3 കുറച്ച് 1 39 1 40. അപ്പോൾ X13 എത്രയാണെന്ന് കിട്ടും? 40 ആണെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാണ്? സം ഓഫ് ഫസ്റ്റ് 25 ടൈംസ് ആണ്. അതിന് നമുക്ക് എന്തറിയാം? SN ഇക്വേഷൻ അത് എഴുതാം. SN ഈസ് ഈക്വൽ ടു എന്താണ്? N/2 ഇൻറ്റു 2F പ്ലസ് DN - D ആണ്. അങ്ങനെയാണെങ്കിൽ N എത്രയാണ് ഇവിടെ? 25/2 ഇൻറ്റു 2F എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 4 അതായത് 8 പ്ലസ് DN 3 × 25 - 3 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 25/2 ഇൻറ്റു 8 പ്ലസ് 25 × 3 75 75 - 3 75 3 കുറച്ച് എത്ര കിട്ടും? 72. 72 8 കൂട്ടി എത്ര കിട്ടും? 80. അപ്പോൾ എന്ത് വരും? 25/2 ഇൻറ്റു 80 കിട്ടുമ്പോൾ എത്ര കിട്ടും? ആൻസർ 40. 25 × 4 എത്രയാണ്? 100 അതിൻ്റെ ഒരു 0 കൂടെ എത്ര എന്ന് കിട്ടും? 1000. ഓക്കെ ആണോ? അതിൻ്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? അതേപോലെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ പോകേണ്ട എന്ത്? 8, 14, 20 എന്ന് എക്സെട്ര. അതിൻ്റെ 25 ടൈമിൻ്റെ സം. അവിടെ എസിൻ്റെ ഇക്വേഷൻ തന്നെയാണ് 1/2 ഇൻറ്റു 2F പ്ലസ് DN - D ആണ്. N എത്രയാണ്? 25/2. അവിടുത്തെ F എത്രയാണെന്ന് കിട്ടും? F എത്രയാണ്? 8 ആണ്. 2F അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 2 × 8 2 × 8 എത്ര വരും? 16 പ്ലസ് D എത്ര? 14 8 കുറച്ച് എത്ര കിട്ടും? 6 6 ഗുണം 25 - D. D എത്രയാണ്? 6. അപ്പോൾ എന്ത് വരും? 25/2 ഇൻറ്റു 16 പ്ലസ് 25 ഗുണം 6 150 ആണ്. 150 - 6. അപ്പോൾ എന്ത് വരും? 25/2 ഇൻറ്റു 160 എന്ന് വരും. വെട്ടുമ്പോൾ എത്ര കിട്ടും? ആൻസർ 80. 25 ഗുണം 8 200 ആണ്. ആൻസർ എത്ര കിട്ടും? 2000. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞേക്കുന്നത്? 5, 9, 13 ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ ഇപ്പോൾ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? XN ഈസ് ഈക്വൽ ടു എന്താണ്? F പ്ലസ് DN - D. ഈ ഇക്വേഷനാണ്. അപ്പം D എവിടെ നിന്ന് എത്രയാണെന്ന് കിട്ടും? 9 - 5 എത്രയാണെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. F എത്രയാണ്? 5 ആണ്. 5 പ്ലസ് D 4 ആയതുകൊണ്ട് 4N - 4 എന്ന് വരും. 5 ൽ 4 കുറച്ച് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പം 4N + 1. Xൻ്റെ വാല്യൂ എന്താണ്? 4N + 1. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി 169 ടൈം ആണോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. 169 ടൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടൈം എടുക്കുക. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 5 ആണ്. 5നെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു 4 4 റിമൈൻഡർ എനിക്ക് എത്ര കിട്ടി? 1 കിട്ടി. നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ഇതാണ് 169. ഇതിനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 4 കൊണ്ട്. 4 16 0 9 4 2 8 ശിഷ്ടം എത്ര കിട്ടി? എനിക്ക് 1 കിട്ടി. റിമൈൻഡർ രണ്ടിടത്തെ എന്താണ്? സെയിം ആണ്. രണ്ടിടത്തെ റിമൈൻഡർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 169 ആ സീക്വൻസിലെ ടൈം തന്നെയാണ്. ഇവിടെ നമുക്കിപ്പോൾ റിമൈൻഡർ 1 അല്ലാതെ വേറെ ഏത് സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സംഖ്യ അവിടുത്തെ ടൈം അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തത് നമുക്ക് എന്ത് തെളിയിക്കണം? ഈ സീക്വൻസിലെ ഏതൊരു ടേമിൻ്റെ സ്ക്വയർ എടുത്താലും ആ സ്ക്വയറും ഈ സീക്വൻസിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തുമായിരുന്നു?
ഓൾജിബ്ര എക്സ്പ്രഷൻ 4n+1 എന്നായിരുന്നു. എന്തായിരുന്നു? 4n+1. ഞാൻ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. എന്ത് വരും? 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16n² പ്ലസ് a+b² ആണ്. a² + 2ab. 2 × 4n × 1. 2 × 4 എത്ര വരും? 8 കൂടെ n. 8n × 1 8n പ്ലസ് b² എന്ന് പറയുമ്പോൾ എത്ര വരും? 1 വരും. ഇനി ഞാൻ ഈ ആദ്യത്തെ രണ്ട് സാധനത്തിൽ നിന്ന് ഒരു 4 കോമൺ എടുക്കും. അപ്പോൾ എനിക്ക് എന്തെഴുതാം? 4 × 4n² + 2n എന്ന് എഴുതാം. ബാക്കി ഒരു 1 ഉണ്ട്, അത് മാറി നിൽക്കും. ഈ 4n² + 2n പോയാൽ ഞാൻ ചുമ്മാ x എന്ന് വാല്യൂ കൊടുക്കുക. 4x+1 എന്തിൻ്റെ ഫോമായി? നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ്റെ ഫോമായി. 4x+1 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ സ്ക്വയറുകളെല്ലാം അവിടെ ഉണ്ടെന്ന് കിട്ടി, നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളത് ചെയ്യാൻ. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 2 3 etc. up to 100 ഈ സംഖ്യകളുടെ സം കണ്ടുപിടിക്കാൻ. ഇതെന്ന് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എൻ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്ത്? n × n+1/2. അപ്പോൾ 100 ആയതുകൊണ്ട് എന്ത് വരും? 100 × 100+1 എത്രയാണ്? 101/2. കിട്ടുമ്പോൾ എത്ര കിട്ടും? 50. 50 × 101 എന്ന് വരും. 50 × 101 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ഗുണിക്കുമ്പോൾ 50 50 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ. 2 മുതൽ 200 വരെ എത്ര ഇരട്ട സംഖ്യ കാണും? 200നെ 2 കൊണ്ട് വന്നിട്ട് വേരി നോക്കിയാൽ മതി. എത്ര കിട്ടും ആൻസർ? 100. അപ്പം എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 100 ഇരട്ട സംഖ്യകളുണ്ട്. ഈ 100 ഇരട്ട സംഖ്യകളാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? n × n+1. അപ്പോൾ ഇവിടെ എന്ത് വരും? 100 × 101. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 100 × എത്ര എന്ന് വരും? 100 × 101 എത്ര കിട്ടും? 101.00. ഇത് അതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 5 7 etc. 201 വരെ സമ്മ എന്ന് വെച്ചാൽ 1 മുതൽ 201 വരെ എത്ര കൂടി നമ്പേഴ്സ് കാണും? 1 മുതൽ 200 വരെ 100 എണ്ണം കാണും. അതിനൊരു 201 പറയുമ്പോൾ എത്ര എണ്ണം വന്ന്? 101 കൂടി നമ്പേഴ്സ് ഉണ്ട്. സോ സം ഓഫ് ഫസ്റ്റ് n കൂടി നമ്പേഴ്സ് എന്ന് വെച്ചാൽ n² ആണ്. അപ്പം 101ൻ്റെ സ്ക്വയർ 10201 എന്ന് കിട്ടും ആൻസർ. പക്ഷെ നമുക്കിവിടെ 1 എന്ന് പറയുന്ന ടൈം ഉണ്ടോ? ഇല്ല. സോ 1 കുറച്ച് കളയുക. അപ്പോൾ എന്ത് വരും? എങ്ങനെയാണെന്ന് എഴുതി കാണിക്കാം. എന്ത്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അല്ല ഓഡ് നമ്പേഴ്സ് ഇക്വേഷൻ n² ആണ്. ഞാൻ 1 തൊട്ട് എടുക്കുന്നതുകൊണ്ട് n² എന്ന് ഉപയോഗിക്കാം. എനിക്ക് എസ് എൻ എത്ര കിട്ടും? 101ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? 102.01. പക്ഷെ നമുക്കിവിടെ 1 എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. സോ 1 ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കണം. നമ്മുടെ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 120 - 1 എത്ര കിട്ടും? 10 200. ഇതാണ് നമ്മുടെ ആൻസർ. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രത്യേകത? അവിടെ നമുക്കൊരു കോമൺ സീക്വൻസ് ഒന്നും പറയുന്നില്ല. അത് ജസ്റ്റ് ഒരു AP ആണ്. അവിടുത്തെ ഫസ്റ്റ് ഡേ അതായത് എഫ് തന്നേ പോണ്ട് എത്രയാണ്? 5. എഫ് തന്നേ പോണ്ട് 5. അതേപോലെ എന്ത് തന്നേ പോണ്ട്? എക്സ് തന്നേ പോണ്ട് എത്ര? 401. ഈ APയുടെ നമ്മൾ ജനറൽ ഫോർമുല കണ്ടുപിടിച്ച് വെച്ചത് എന്തെന്ന്? 4n+1 ഈസ് ഈക്വൽ ടു 401 എടുക്കും. അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? 4n ഈസ് ഈക്വൽ ടു 401 - 1 401 കിട്ടും. 4n 400 ആണെങ്കിൽ എത്ര കിട്ടും? 404 100 കിട്ടും. അപ്പം ഈ സീക്വൻസിനകത്ത് എത്ര ടൈം ഉണ്ട്? 100 ടൈംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 × 2f + dn - d. n/2 എത്രയാണ്? 100/2 × 2f. 2 × 5 എന്ത് വരും? 10 മൈനസ് d എത്രയാണ് ഇവിടെ? 4 ആണ്. 4 × 100 - 4. അപ്പോൾ എന്ത് വരും? 50 × 4 × 100 400 വരും. 400 - 4 എത്ര വരും? 396. 396 + 10 എത്ര വരും? 406. അതായത് 406 × 50 കിട്ടും. ആൻസർ എത്ര കിട്ടും? 203.00. ഓക്കെ ആണല്ലോ അല്ലേ?
അടുത്ത ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളിനി നോക്കാൻ പോകുന്ന നാലാമത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ലീസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 6? ലീസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ലീസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 100. 100 ബൈ ടി ആർ 6 ചെയ്യുക. 100 ബൈ 6 ചെയ്യുക. 1 6 ആർ 6, 40, 6 6 ആർ 36. റിമൈൻഡർ എത്ര വരും? 4. റിമൈൻഡർ 4 കിട്ടി. അപ്പോൾ ഈ 4 കുറച്ചാൽ 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ കിട്ടും. പക്ഷേ അന്നേരം എന്താവും? 104 കുറച്ചാൽ എന്തായിരിക്കും? 2 ഡിജിറ്റ് നമ്പറാവും. സോ കുറയ്ക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ കൂട്ടും. 4 കൂടെ എത്ര കൂട്ടി? 6 കിട്ടും. 2 കൂട്ടി 6 കിട്ടും. സോ 2 എവിടെയും കൂട്ടും? മുകളിലും കൂട്ടും. അപ്പോൾ ലീസ്റ്റ് 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ എത്ര? 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 എത്ര കിട്ടും? 102 ആണെന്ന് കിട്ടും. അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെ ആയിരിക്കുമ്പോൾ 102, അടുത്ത എത്ര കൂട്ടേണ്ടത്? 6 കൂട്ടുന്നത്. 108, എക്സെട്ര. ഇങ്ങനെ പോകുന്നതായിരിക്കും നമ്മുടെ സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇനി എക്സ് വേണം. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്ര? 9. ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 999. ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 39, 6 36 ഇൻറ്റു ശിഷ്ടം 3, 39, 6 ശിഷ്ടം എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ശിഷ്ടം കിട്ടിയ 3. ഈ 3ൻ്റെ 3 കൂട്ടിയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 6 കിട്ടുന്നത്. ആ 3 കൊണ്ടത് മുകളിൽ കൂട്ടിയാൽ സംഭവം 4 ഡിജിറ്റ് മൾട്ടിപ്പിൾ ആവും. സോ ഈ താഴെ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ കുറയ്ക്കണം. അപ്പം ലാസ്റ്റ് ടൈം എത്ര ആണെന്ന് കിട്ടും? 996 ആണെന്ന് കിട്ടും. ഇത്രയും കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം? എക്സ് എത്ര ആണെന്ന് അറിയാം. എത്രയാണ്? 996. എക്സിൻ്റെ ഇക്വേഷൻ എന്തുവാ? എഫ് പ്ലസ് ഡി എ മൈനസ് ഡി ആണ്. ഈക്വൽ 996 കിട്ടി. എഫ് എത്രയാണ്? 102. ഡി എന്ന് വെച്ചാൽ 6 ആണ്. അപ്പം 6n - 6 ഈക്വൽ എത്ര കിട്ടും? 996. അപ്പം ഈ 102 6 കുറച്ചാൽ 96 കിട്ടും. അപ്പം 96 + 6 എത്രയാണെന്ന് കിട്ടി? 996. ഇവിടുന്ന് 6 എന്താണെന്ന് കിട്ടും? 996 - 96. അപ്പോൾ എത്ര കിട്ടും? 900 കിട്ടും. ഇവിടുന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 900/6 ചെയ്യുക. 900/6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 900/6 വന്നു കഴിഞ്ഞാൽ 15 × 6 ആണ് 90. അപ്പം 150 കിട്ടും. അപ്പോൾ എത്ര ടൈംസ് ഉണ്ട്? 150 ടൈംസ് ഉണ്ട്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് ഓൾ 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. അങ്ങനെ നമുക്ക് എന്തറിയാം? എസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. നമുക്ക് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാം. നമ്പർ ഓഫ് ടൈംസും അറിയാം. അങ്ങനെ ഇക്വേഷൻ എന്താണ്? n/2 × f പ്ലസ് എൽ ആണ്. n എത്രയാണ്? 150/2 ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? 102 പ്ലസ് എൽ എത്രയാണ്? 996 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 150/2 75 കിട്ടും. 996 1096 ഇൻറ്റു 1098 കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ ഈക്വൽ ടു എത്ര കിട്ടും? 82 350. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ്. ചിലപ്പോൾ തെറ്റാം. ഈ 75 × 10 98 വരെയാണ്. ആ ഗുണിച്ചേക്കുന്ന ആൻസറിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വേണമെങ്കിൽ വരാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് S5 എത്രയാണെന്ന് ഇപ്പോൾ ഉണ്ട്. S5 = എത്രയാണ്? 65 ആണ്. അതേപോലെ S9 എത്രയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് 189. ഇനി നമ്മളടുത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? X3 ആണ്. X5ൻ്റെ മിഡിൽ ടൈമാണ് X3 എന്ന് വരുന്നത്. അപ്പം S5 = 5 × S3 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം 5 × x3 S3 അല്ല 5 × x3. അപ്പം ഈ 5 പുറത്തുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുക. x3 എത്രയാണ്? 65/5 x3 എന്ന് കിട്ടും. അതായത് x3 എത്രയാണെന്ന് കിട്ടും? 13. അപ്പം മൂന്നാമത്തെ ടൈം ഏതാ? ഈ സീക്വൻസിലെ 13 ആണെന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇതേപോലെ അഞ്ചാമത്തെ ടൈം യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? S9 എടുക്കും. S9 എത്ര? 189 ആണ്. അപ്പം അവിടെ എന്ത് പറയാം? 9 × x5 ആണ് എത്ര എന്ന് പറയാം? 189. അപ്പോൾ അവിടുന്ന്
x5 എന്തെന്ന് കിട്ടും? 189/9 ഡിവൈഡ് ചെയ്യുമ്പോൾ 21 കിട്ടും. അപ്പം ഫിഫ്ത്ത് ടൈം ഏതാണ്? 21. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തുവാ? x3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. അതേപോലെ x9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. എന്ന് വെച്ചാൽ xn xm ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? d കണ്ടുപിടിക്കണം. എന്താ ഇതിന് ഇക്വേഷൻ? xn - xm is equal to n - m into d. xn - xm എത്രയാണ്? 21 - 13 സമം n - m. എന്ത് വരും? 9 - 3 6d. അപ്പം 21 നിന്ന് 13 കുറച്ചാൽ 13 7 20 1 28 8 സമം 6d എന്ന് വരും. d സമം 8/6. അപ്പോൾ എന്ത് കിട്ടി? x5 വാല്യൂ എത്രയാണ്? 21. അപ്പോൾ എന്താണ് ഇക്വേഷൻ? xn - xm is equal to n - m into d. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. xn എത്രയാണ്? 21 - 13 സമം n - m 5 - 3 into d. അപ്പം 21 നിന്ന് 13 കുറച്ചാൽ എത്ര കിട്ടും? 13 7 21 28. അതായത് 8 സമം 2d എന്ന് കിട്ടും. d എത്ര എന്ന് കിട്ടും? 8/2 4. അപ്പം ഡിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് എന്താണ്? ആദ്യത്തെ 6 ടൈംസിൻ്റെ സമ്മ് വേണം. അതിന് നമുക്ക് x3 എത്രയാണെന്ന് അറിയാം? 13 ആണെന്നറിയാം. d ഇപ്പോൾ എത്രയാണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്തോ കണ്ടുപിടിക്കുന്നു? x2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഒരു 4 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? 9. അപ്പോൾ x1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 5 9 13. അടുത്ത ടൈം എത്ര ആയിരിക്കും? 17 17 20 21 24. ആദ്യത്തെ 6 ടൈംസ് ഇത്രയാണല്ലോ. ഇത് ഇത്രയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അതിനകത്ത് S5 വരെയുള്ള സമ്മ് എത്ര നമുക്ക് എന്തേ പോകണ്ട? 65. 65 24 65 4 69 79 89. S6 എത്ര ആണെന്ന് കിട്ടും? 89 ആണെന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ.